ഹായ് ഓൾ, പ്രോസ്പെരിറ്റി ഹബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹൂ ഈസ് ദ റിയൽ ഹീറോ ഓഫ് ദി ലൈഫ്, ആരാണ് യഥാർത്ഥ ഹീറോ. ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ റിയൽ ഹീറോ ആരാണെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. അത് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ ശാരീരിക തലത്തെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതുപോലെ രണ്ടാമത് വരുന്നത് മാനസിക തലം, മൂന്നാമത് വൈകാരിക തലം, നാലാമത് ആത്മീയ തലം. ഇവിടെ ആത്മീയ തലത്തിൽ ഉണർന്ന ഒരു വ്യക്തിക്ക് തൻ്റെ സമസ്ത ജീവിത മേഖലകളിലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരിവർത്തനം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ലൈഫിൽ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് സ്പിരിച്വലി അവേക്കേണ്ട ആയിട്ടുള്ള ആൾക്കാരെയാണ്. അതായത് അവർക്കാണ് ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായെങ്കിലും അതൊക്കെ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. സാധാ മനുഷ്യനെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ എല്ലാം സോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നു. എല്ലാവരുടെ ഉള്ളിൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, എല്ലാവരും സ്പിരിച്വലി കണക്റ്റഡ് ആണ്. എന്നിരുന്നാലും എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ഈ ഒരു എനർജിയെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. മെഡിറ്റേഷൻ, യോഗ, ഭക്തിമാർഗം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രസൊക്കെ ചാൻറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട്. നമുക്ക് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ഒരു മാർഗം തിരഞ്ഞെടുക്കുക. യോഗയായാലും ഭക്തി ആയാലും ധ്യാനമായാലും മറ്റ് മന്ത്രാസാണ് ചാൻറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നിരന്തരമായിട്ട് നമുക്കതിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു മാർഗം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഡെയിലി അരമണിക്കൂറെങ്കിലും നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. എല്ലാവർക്കും തന്നെ സ്പിരിച്വലി കണക്റ്റ് ആവാനായിട്ട് സാധിക്കട്ടെ. എല്ലാ സക്സസ്സും ലൈഫിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഓൾ. ടാറ്റാ.